ഹലോ. മനു. സാർ പറഞ്ഞോളൂ. എടാ ഞാനിന്ന് കുറച്ച് വൈകുവേ ഓഫീസിലെത്താൻ. എന്തു പറ്റി സാർ? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ? അതൊന്നുമല്ല. അടുത്ത ആഴ്ച വെച്ചിരുന്ന ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഒന്ന് പ്രീ പ്ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് പോയിട്ട് വന്നേക്കാം. ഓക്കെ. അതുവരെ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്തേക്കണേ. ഓക്കെ സാർ, ഞാൻ നോക്കിക്കോളാം. രാകേഷ് എത്തിയായിരുന്നോ? ഇല്ല സാർ, അവൻ വരുന്ന വഴിക്ക് വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയി പറയുന്നത് കേട്ടു. ഓൺ ദ വേ ആണ്, പെട്ടെന്ന് എത്തും. ഈയിടെയായിട്ട് ബൈക്ക് കംപ്ലൈൻറ്റ് കുറച്ച് കൂടുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ വേണ്ടെന്ന് അവനോട് പറഞ്ഞു കേട്ടോ. ഇതവൻ തള്ളിയതല്ലെന്നാണ് സാർ തോന്നുന്നത്. ആണെങ്കിൽ അവന് കൊള്ളാം. ഓക്കെ സാർ. പിന്നെ മനു ഒരു സെക്കൻഡ്. ഞാൻ വിളിച്ചത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്, അത് മറന്നുപോയി. എന്താണ് സാർ? അതെ, നമ്മുടെ ഓഫീസിലൊരു ഇൻസ്പെക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണ് സാർ അങ്ങനെ പെട്ടെന്നൊരു ഇൻസ്പെക്ഷൻ? അതായത് കേരളത്തിൽ നമ്മൾ ഓഫീസ് തുടങ്ങിയ ശേഷം ഹെഡ് ഓഫീസിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ അറിയാനായിരിക്കും ഇൻസ്പെക്ഷൻ. സാറ് വരുന്നതിന് മുന്നേ അങ്ങനെ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല മനു. ചിലപ്പോൾ എനിക്ക് പോലും അറിഞ്ഞൂടാത്ത ആൾക്കാരായിരിക്കും വരുന്നത്. വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഈ വേറെ കാരണം എന്നൊക്കെ പറയുമ്പോൾ, അതായത് ഉദാഹരണത്തിന് നമ്മുടെ സർവീസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആരെങ്കിലുമായിട്ടാകാം. നമ്മൾ അവരോട് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാനോ അതുവഴി അവർക്ക് പറ്റുമല്ലോ. ഈ പഴയ നസീർ സിനിമകളിലൊക്കെ CID വേഷം മാറി വരുന്ന പോലെ അല്ലേ സാറേ? അതെ അതെ, ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. ഈ വരുന്ന ആള് പിന്നെ സ്ത്രീയാണോ പുരുഷനാണോ ചെറുപ്പക്കാരനാണോ വയസ്സായാണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ലെന്നേ. ഇപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയോ സാറേ? ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട മനു. നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന ഒരു കസ്റ്റമർ, അത് എത്ര വലിയ കസ്റ്റമർ ആണെങ്കിലും എത്ര ചെറിയ കസ്റ്റമർ ആണെങ്കിലും നമ്മൾ ഒരുപോലെ ഡീൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് വെച്ചിട്ടായിരിക്കും നമ്മളെ ഹെഡ് ഓഫീസിൽ നിന്ന് അളക്കുക. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ സാർ. മനു, ഞാനിത് ഹെഡ് ഓഫീസിൽ നിന്ന് ചോർന്ന് കിട്ടിയ ഒരു വിവരമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ചിലപ്പോൾ അവർ വരണമെന്ന് പോലും ഇല്ല, പക്ഷെ നമ്മൾ തയ്യാറായിരിക്കണം, അത്രേ ഉള്ളൂ. ഏതായാലും രാകേഷിനോട് കൂടി കാര്യങ്ങളൊന്ന് പറഞ്ഞേരേ. ഞാൻ ഏതായാലും മീറ്റിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ശരി സാർ. ഓക്കെ എന്നാൽ ശരി. ഒരു തരത്തിലും സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഇതിപ്പോൾ ഏതാണോ പുതിയ പള്ളി? ഇപ്പം ആര് വന്നാലും ശരി, പോയാലും ശരി, നമ്മളെ പണി പോയിരുന്നാൽ മതി. എന്തായാലും എന്തോ ഇവ ഇതുവരെയായിട്ട് എത്തിയില്ലേ? ഇത് എവിടെ പോയി കിടക്കണോ പണ്ടാരം? അതിനെ ഞാൻ ചോദിക്കുന്നത്. ആരാ? ഞാൻ ഒരു വഴിപോക്കനാ. എന്താ? അതിനിത് പൊതുവഴിയല്ലല്ലോ, പിന്നെ കണ്ട കാവിലെ പകുതി പ്രത്യക്ഷപ്പെട്ട പോലെയാണ്. ആറാം തമ്പുരാൻ ഞാനും കണ്ടിട്ടുണ്ട്. അത് പിന്നെ ഇൻഡസ്ട്രി ഹിറ്റാണല്ലോ, എല്ലാ മലയാളികളും കാണുന്നൊരു പടമല്ല അത്. ഞാൻ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? സി കുട്ടി. എന്റെ പേരെങ്ങനെ അറിയാം? പേരോ? അല്ല, ഇപ്പം ശ്രീകുട്ടിന്ന് വിളിച്ചില്ലേ? എന്റെ പേര് ശ്രീകുട്ടി എന്നാ. അറിയാം. അത് പിന്നെ ഈ വിശ്വാസമില്ലാത്ത ആൾക്കാരെ ചെറിയ ചെറിയ പൊടികൈകളൊക്കെ കൊടുത്ത് നമ്മൾ വിശ്വസിപ്പിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കിങ്ങനെ ഗണിച്ച് പറയാൻ പറ്റും. സമയം എത്രയായി? എന്താ 10:15. പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള അറിവുള്ള ആൾക്ക് സമയം എത്രയെന്നറിയാൻ വാച്ച് നോക്കണ്ടെന്നല്ലേ? പണ്ഡിത തന്നെ. എനിക്ക് പിടിച്ചിരിക്കണം. എനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? വേറെ എന്തെങ്കിലും പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സുഖല്ലേ? നീ അവിടെ പോയി കിടക്കായിരുന്നടാ. കൃഷ്ണ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ സ്ഥിരം പരിപാടിക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്തൊക്കെയോ ഉടായിപ്പോന്ന് ഞാൻ രക്ഷപ്പെടുത്തി. ഇത് എപ്പോഴും കൂടെ ചെയ്യിപ്പിക്കരുത്. അളിയാ, നാട്ടിക്കരുത്. ആ കൊച്ചിനെ ഞാൻ എങ്ങനെയൊക്കെയോ ട്യൂൺ ചെയ്ത് കൊണ്ട്. കൊച്ചോ? ഏത് കൊച്ചാണത്? എനിക്കറിയില്ല. അവിടെ കിടന്ന് കിടന്ന് തിരിഞ്ഞളിക്കുന്നുണ്ട്. ഞാനൊന്ന് ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചു. പൊന്നളിയാ, നീ പള്ളിയൊന്നും പിടിച്ച് തലയെ വെക്കല്ലേ. ഒന്നാമത് നീ പിടിക്കുന്ന പള്ളികളൊക്കെ സോൾവ് ആക്കി എൻ്റെ ജീവിതം എങ്ങനെയായി? ഇനി എനിക്ക് ആവൂലടാ. എടാ, അങ്ങനെ പറയരുത്. നീ മര്യാദയ്ക്ക് ഓഫീസിലേക്ക് കയറിക്കേ. 100 കൂട്ടം പണികളുണ്ട് അവിടെ. ആ മായ വീട്ടിൽ പോയി കാര്യം നിനക്കറിയാലോ. അവളുടെ കൂടി പണികൾ നമ്മൾ ചെയ്താലേ തീരൂ. എന്നാലും ഇല്ല, മര്യാദയ്ക്ക് കയറി. തിന്നില്ല, തിരികെയില്ല. അതെ, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന കമ്പനിയുടെ ഓഫീസ് ഇതാണോ? എന്താണ് ചോദിച്ചത്?
അത് എനിക്കൊരു വർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഈ ബിൽഡിങ്ങിൽ ഏത് നിലയിലാണ് ഓഫീസെന്ന് എനിക്ക് ഒട്ടും പിടി കിട്ടുന്നില്ല. അതാ ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നിന്നത്. ആരെല്ലോടും ചോദിക്കാമെന്ന് വെച്ചാൽ ആരും കണ്ടുമില്ല. എന്നോട് ചോദിച്ചാൽ പോലെയിരുന്നോ? അതിന് ചോദിക്കാൻ ഒരു ഗ്യാപ്പ് തരണ്ടേ? ഈ വരുന്ന ആള് പിന്നെ സ്ത്രീയാണോ പുരുഷനാണോ ചെറുപ്പക്കാരനാണോ വയസ്സായാണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ലെന്നേ. അപ്പോൾ ഓഫീസിൽ ഇൻസ്പെക്ഷന് വന്ന ആളാണിത്. ദൈവമേ, അവളുടെ അടുത്താണോ ഇവൻ ഈ കോഴിത്തരം മൊത്തം കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്? മാഡം നമസ്കാരം. മാഡോ? ഓഫീസിൽ തന്നെയാണ്, നമുക്ക് മീറ്റിംഗ് റൂമിൽ നിന്ന് സംസാരിക്കാം. വരും മാഡം. ഓക്കെ, താങ്ക് യു. ഇവൻ എന്നെ ഏപ്രിൽ ആക്കിയിട്ട് അവളെയും കൂട്ടി അങ്ങനെ പോകും. അത് ഞാൻ സമ്മതിക്കില്ല. മാറി വരും മാഡം, വരും. മേഡം, ഇതാണ് നമ്മുടെ ഓഫീസ്. ഇന്ത്യ മുഴുവൻ ബ്രാഞ്ചുകളുള്ള ഒരു വലിയ മാർക്കറ്റിംഗ് കമ്പനിയാണ് നമ്മളുടെ. എല്ലാ തരത്തിലുള്ള മാർക്കറ്റുകളും നമ്മൾ ചെയ്യാറുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ ചെയ്യും. എല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം. നമുക്ക് മീറ്റിംഗ് റൂമിൽ ഇരിക്കാം. ഇനി മേഡം, ഇതാണ് നമ്മുടെ മീറ്റിംഗ് റൂം. മേഡം അകത്തോട്ട് ഇരുന്നോളൂ, ഞാനിപ്പോൾ വരാം. താങ്ക് യു. സത്യം പറയണം, അവിടെ നിന്ന് പരിപാടി. മേഡം, നമ്മുടെ ഓഫീസിൽ സർവീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഓഫീസിൽ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും സാറെന്നോ മേഡം എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ട് വേണം നിനക്കറിയാൻ. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വേറെ എന്തെങ്കിലും നിനക്കറിയാണ്ടോ? അറിയാനുണ്ട്. എനിക്ക് ഈ ഉള്ള ഭയഭക്തി ബഹുമാനം ഉണ്ടല്ലോ, വേറെ ആരോടില്ലല്ലോ. നമ്മുടെ കമ്പനിയുടെ പോളിസി അനുസരിച്ച് അങ്ങനെയാണ് പറയേണ്ടത്. ഓഹോ, എന്നിട്ട് ഞാൻ ആ പോളിസി കണ്ടില്ലല്ലോ. അത് വല്ലപ്പോഴും നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ മെയിലൊക്കെ എടുത്ത് നോക്കണം. നീ സിസ്റ്റം വല്ല ഓണാക്കാറുണ്ടേ? ഇനി സാർ എന്താണോ ചെയ്യാൻ പോകുന്നത്? ഞാൻ മേഡത്തോട് നമ്മുടെ കമ്പനിയെക്കുറിച്ച് സർവീസുകളെ കുറിച്ചൊക്കെ വിശദമായി ഒന്ന് സംസാരിക്കും. അതിനുശേഷം മേഡത്തിന് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ശരി, എന്നാൽ പോയി കൊടുക്ക്. ഞാൻ അവിടെ പെൻഡിങ് ഉള്ള വർക്കുകൾ പോയി ചെയ്തിട്ട് വരാം. നല്ല തീരുമാനം. ഈ പണികളൊക്കെ ചെയ്യും, അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ശരി. എടാ മോനെ, നിന്റെ പെട്ടെന്നുള്ള ഈ ശുഷ്കാന്തി കണ്ടിട്ടെ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇതിൻ്റെ പിറകിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട്. കണ്ടുപിടിച്ചോളാം. മേഡം, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ, വന്നോ. അല്ല, ഇത് നിങ്ങളുടെ ഓഫീസല്ലേ? പിന്നെ എന്തിനാ അകത്ത് കയറുന്നതിന് എന്നോട് അനുവാദം ചോദിക്കുന്നേ? അതാണ് മേഡം ഞങ്ങളുടെ പ്രത്യേകത. ഈ ഓഫീസിൽ വരുന്ന ഓരോ കസ്റ്റമറിനും ഈ ഓഫീസ് അവരുടെതാണ് തോന്നിക്കറിയില്ലായിരിക്കും ഞങ്ങളുടെ സർവീസ്. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഓഫീസിൽ ഇവിടെ പിടിച്ച് നിൽക്കുന്ന മാർക്കറ്റിൽ. അതായത് ഇപ്പൊ ഇത് എന്റെ ഓഫീസായിട്ട് എനിക്ക് കരുതാം അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയാലും പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കും അല്ലേ? അല്ല, ഇത് എന്റെ ഓഫീസല്ലേ? ഞാൻ അങ്ങനെയല്ല മേഡം ഉദ്ദേശിച്ചത്. നിന്ന് പുഴുങ്ങണ്ട, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞേ. മേഡത്തിന് കുടിക്കാൻ എന്താണ് വേണ്ടത്? എനിക്ക് കുടിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മേഡം. ഈ ഓഫീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം വരുന്ന ഏത് കസ്റ്റമേഴ്സിനും വെൽക്കം ഡ്രിങ്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ആചാരം തന്നെ ഉണ്ട്. ഒന്നാമത് പുറത്ത് പൊള്ളുന്ന ചൂടാണ്. ഒരു തണുത്ത ജ്യൂസ് കൂടി കുടിച്ചാൽ നമുക്ക് സംസാരിക്കുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലേലും ഇപ്പൊ എനിക്ക് സംസാരിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ പറയുന്നു മേഡം. ഈ ഓഫീസിന്റെ രീതി അങ്ങനെയാണ്. മേഡം ഒരു ജ്യൂസ് കുടിച്ചേ പറ്റൂ. അല്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ കുടിക്കാം. എനിക്കത് കേട്ടാ മതി. മേഡത്തിന് ഏത് ജ്യൂസാണ് വേണ്ടതെന്ന് പറയൂ. ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, ലൈം, അവക്കാഡോ, ചക്ക, മാങ്ങ, തേങ്ങ പറയും മേഡം. ഏതാണ് വേണ്ടത്? അല്ല, ഇത് മാർക്കറ്റിംഗ് കമ്പനി തന്നെയല്ലേ? ബേക്കറി ഒന്നും അല്ലല്ലോ. മാർക്കറ്റിംഗ് കമ്പനി തന്നെയാണ് മേഡം. മേഡത്തിന് ധൈര്യമായിട്ട് പറയാം. ആ, എന്ത് ജ്യൂസ് വേണേലും കേട്ടോ. ഓക്കെ മേഡം, കൊണ്ടുവരാം. ഇപ്പൊ കൊണ്ടുവരാം. എന്തോ ഒരു തകരാറ് പോലെ. അതെ, അവനിപ്പോൾ എന്താ പറഞ്ഞിട്ട് പോയേ? എന്ത് പറയാൻ? അല്ല, മീറ്റിംഗ് റൂമിൻ്റെ ഉള്ളിൽ നിന്നായതുകൊണ്ട് ഒന്നും കേൾക്കൂല, അതാ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഏത് ജ്യൂസ് വേണോന്ന് ചോദിച്ചു. ജ്യൂസോ? ആ, അതെ, ഒരു ലോഡ് ഫ്രൂട്ട്സിന്റെ പേരും പറഞ്ഞു. ഫ്രൂട്ട് ജ്യൂസോ? അല്ല, അവനിത് എവിടുന്ന കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞോ? അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ജ്യൂസ് കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അവനിതെന്ത് പറ്റി? സാറ് എടുക്കുന്നില്ലല്ലോ. ഓ, സാറ് മീറ്റിങ്ങിന് കയറുന്ന പറഞ്ഞ കാര്യം ഞാൻ മറന്നല്ലോ. വാട്സപ്പിലൊരു മെസ്സേജ് അയക്കാം. സാറ് പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി രാവിലെ തന്നെ സർവീസ് ആവശ്യപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ മീറ്റിംഗ് റൂമിൽ ഇരുത്തി ഒരു ജ്യൂസൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. സാറ് എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരം. ഓക്കെ സാറേ, ഇത് മതി. നീയായിരുന്നു എടാ ഒരുമാതിരി മറ്റേ അടുത്ത പരിപാടി കാണിക്കരുത്. എടാ എന്ത് പരിപാടി? ആ നിനക്ക് മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അതൊന്ന് മാറ്റിക്കാണും. ആ എടാ ഒന്നാമത് എനിക്ക് ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. നീ അവിടെ എവിടെയും തൊടാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നീ തുറന്നൊന്ന് സംസാരിക്കും. ആ എനിക്ക് പറയാനുണ്ട്. എടാ ആ കൊച്ചവിടെ തേരാപ്പാര നടക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ നീ അവളെയും കൂട്ടി പോയില്ലേ, ഒറ്റയ്ക്ക് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ലടാ. എടാ ഞാനെന്തിനാണ് അവിടെ ട്യൂൺ ചെയ്യണത്? ആ എടാ അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. സാധാരണ നീ ക്ലയൻസിനെ ഒന്നും ട്യൂൺ ചെയ്യാത്തല്ലേ, ഇപ്പം എന്താ നിന്റെ പോളിസി മാറിയോ? എൻ്റെ പോളിസിക്ക് ഒരു മാറ്റമില്ല. നമ്മുടെ ഓഫീസിലേക്ക് സർവീസ് ചോദിച്ചു വന്ന ഒരു പെൺകുട്ടിയാണത്. അവൾക്ക് നല്ല രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. എടാ അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പം എന്താ ഡീലിങ്, നീ എന്തിനാ ഇങ്ങനെ ഓവർ ഡീൽ ചെയ്യുന്നത്? എടാ ഒന്നാമത് കൃഷ്ണ സാർ ഇവിടെ ഇല്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഒരു പെൺകുട്ടി കസ്റ്റമറായിട്ട് കയറി വരുമ്പോൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. അത്രമാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അപ്പം നീയും അവളും തമ്മിൽ പ്രൊഫഷണലി ഉള്ള ഡീലിങ്സ് അല്ലാതെ വേറെ ഒന്നുമില്ല? വേറെ ഒന്നുമില്ല. എനിക്ക് സംശയമുണ്ട്. ആ അത് നിന്റെ മാത്രം സംശയമാണ് കേട്ടല്ലോ. ഞാനേ മാഡത്തിനോട് ജ്യൂസ് കൊടുക്കട്ടെ, നീ മാറി. ഇവൻ പറയുന്നത് രണ്ടും അങ്ങോട്ട് ചേരുന്നില്ലല്ലോ. ഒരു ഗ്ലാസ് എടുക്കട്ടെ മാഡം? അയ്യോ വേണ്ട, ഇപ്പം തന്നെ മനു എന്നെ കൊണ്ട് 2 ഗ്ലാസ് കുടിപ്പിച്ചു. ഇനിയും കുടിച്ച് എൻ്റെ വയറ് പൊട്ടിപ്പോ. ഓ അങ്ങനെയൊന്നും പൊട്ടില്ല മാഡം. എന്തെങ്കിലും വിശപ്പുണ്ടെങ്കിൽ പറയണം, നല്ല ഫുഡ് എന്തെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. പുറത്ത് നല്ല ഹോട്ടലുകളുണ്ട് അല്ലടാ? ഓ എന്തോ എനിക്കറിയില്ല. അത് നീ സ്വന്തം കാശ് മുടക്കിയിട്ട് ഒന്നും ഓർഡർ ചെയ്തതിൻ്റെ കുഴപ്പമാണ്. നല്ല ഹോട്ടലുകളുണ്ട് മാഡം. ഈ മാഡം എന്ന് എപ്പോഴും വിളിക്കണമെന്നില്ല കേട്ടോ, എനിക്ക് നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ട്. അത് ശരിയാ, ഞാൻ അവനോട് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ അതിൻ്റെ ആവശ്യം? അത് ഓഫീസിൻ്റെ പോളിസിയാണ് മാഡം, മാറ്റാൻ നിർവാഹമില്ല. ഓ ഞാൻ കാരണം ഇനി ഓഫീസിന്റെ റൂളൊന്നും മാറ്റണ്ട. മാഡം ഞാൻ ഇപ്പോൾ വരാം, ഒരു മിനിറ്റ്. അല്ല മനു ഇപ്പോഴും എനിക്ക് എന്തൊക്കെ സർവീസുകൾ വേണമെന്ന് കേട്ടില്ല. കേൾക്കാം മാഡം, എല്ലാം വൃത്തിയായിട്ട് കേൾക്കാം. ആദ്യം മാഡം ഒന്ന് കംഫർട്ട് സോണിയിരിക്കും, അതിനുശേഷം ഞാൻ എല്ലാം വൃത്തിയായിട്ട് കേൾക്കാം. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോടാ? ഉണ്ട് ഉണ്ട്. എന്തായി? ഞാൻ ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല സാറ് പോയ മീറ്റിംഗ് എന്തായി? എടാ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഷേ മീറ്റിംഗിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഫോൺ നോക്കിയപ്പോൾ നിന്റെ മെസ്സേജ് ഉണ്ട്. പിന്നെ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി. ഞാൻ ഇറങ്ങി പോകും. അല്ല ഈ വന്ന കക്ഷിയെ ഇതിനു മുമ്പ് കണ്ടതായിട്ട് പരിചയമുണ്ടോ? ഒരു പിടിയില്ല സാർ. ഹെഡ് ഓഫീസിൽ എങ്ങാനും വർക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മോൻ കണ്ട മനസ്സിലാവേണ്ടതാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ രാകേഷിന് 2 പിടി കിട്ടും. കാരണം ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ രാകേഷ് ഒരിക്കലും മറക്കില്ല. അതെ അതെ. അവനോട് കാര്യം പറഞ്ഞായിരുന്നോ? അവനോട് എങ്ങാനും കാര്യം പറഞ്ഞാൽ മൊത്തം കൊളവാക്കില്ലേ? ഓവർ ആക്ട് ചെയ്യും, എന്നെ പോലെ അല്ലല്ലോ. ശരിയാ, പറയായിരുന്നു. നന്നായി. നമുക്ക് നൈസായിട്ട് വേണം ഡീൽ ചെയ്യാൻ. പുറത്തൊരാളറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, തീർന്നു. ഒരു പ്രശ്നം വരാണ് ഞാൻ നോക്കിക്കോളാം. അത് മതി. നമ്മളിതും പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നേരെ അവരടുത്ത് പോയി ഡീൽ ചെയ്താലോ? ശരി സാർ, നമുക്ക് വേഗം അകത്തോട്ട് ചെല്ലാം. അതെ, നല്ലൊരു വിഷയമായിട്ട് വന്ന് പണി നോക്കണേ. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. വെൽക്കം മാഡം, വെൽക്കം. താങ്ക് യു. ആരാ? അയ്യോ, ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്തേണ്ടതായിരുന്നു. ഞാനാണ് ഈ ഓഫീസിലെ മാനേജർ കൃഷ്ണ. അയ്യോ മാഡം ഇരിക്കും, മാഡം ഇരിക്കും. മാഡം ഇന്ന് ഞാൻ രാവിലെ ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അല്ലെങ്കിൽ കൃത്യം 9 മണിക്ക് ഓഫീസിൽ ഉണ്ടാകേണ്ടതാണ്. ഞാൻ ഞാൻ വന്ന കാര്യം എന്താണെന്ന് മനു പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. എല്ലാം മനു പറഞ്ഞിട്ടുണ്ട് മാഡം. അതൊന്നും ഓർക്കും മാഡം ടെൻഷൻ അടിക്കണ്ട. നമുക്കെല്ലാം ഒരുമിച്ച് അങ്ങ് അടിച്ചു പൊളിക്കാം, അതുപോലെ. ആ സർ, അന്ന് പിന്നെ ഞാൻ എൻ്റെ സർവീസുകൾ പറഞ്ഞോട്ടെ. അയ്യോ അതൊന്നും ധൃതി പിടിക്കണ്ട മാഡം. മാഡം കണിക്കൊന്നയുടെ നൈർമല്യവും മഞ്ഞക്കോടിയുടെ മനോഹാരിതയും കൈനീട്ടത്തിൻ്റെ ഐശ്വര്യവും എല്ലാം ചേർന്നൊരു ദിവസമാണല്ലോ വിഷു ദിവസം. ആ ദിവസം തന്നെ നമ്മുടെ ഓഫീസിൽ എത്തിച്ചേർന്ന മാഡത്തിന് വളരെ നന്ദിയുണ്ട്. അടുത്തൊരു വർഷം മാഡത്തിൻ്റെ ഐശ്വര്യം അനുസരിച്ചാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അയ്യോ അങ്ങനൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ സർ. ഈ വർഷം നിങ്ങൾക്ക് കച്ചവടം കുറവാണെന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയാനല്ലേ? എന്തായാലും ചീത്തത് അങ്ങനെയൊന്നുമില്ല മാഡം, അവൻ വെറുതെ പറയുന്നല്ലേ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. എന്നാ ഞാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഒന്നും വേണ്ട മാഡം, ഇപ്പൊ ഒന്നും പറയണ്ട. നമ്മൾ
വിഷുവായിട്ട് നമ്മൾ കുറച്ച് വിഷു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഓഫീസിലല്ലേ? അതെ അതെ. അതിപ്പോ ഞാൻ അറിയില്ലല്ലോ. അതൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ കൈനീട്ടൊക്കെ തന്നെ ഉണ്ടാവല്ലോ അല്ലേ? നിന്നാ മതിയോ? രാകേഷ് പേടിക്കണ്ട, വിഷു കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. എന്നാ ഇപ്പം തന്നെ ആയിക്കോട്ടെ സാർ. എപ്പോഴും അതെ, അതിനെന്താ കുഴപ്പം? സാധാരണ വിഷു ആഘോഷങ്ങളൊക്കെ കൈനീട്ടത്തിലൂടെയാണല്ലോ തുടങ്ങാറ് അല്ലേ മാഡം? ആന്ന് ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയാ. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാ പിന്നെ കഴിഞ്ഞിട്ട് കൊടുത്തോണ്ട് തന്നെ ആവാം അല്ലേ? ആ സാറ്, സാറിന്റെ മനസ്സ് പോലെ തന്നെ ഒരു വലിയ കൈനീട്ടം ആയിക്കോട്ടെ. ഓ, വല്ല 1 രൂപയും കൊടുക്കാന്ന് വെച്ചാൽ ഈ പെണ്ണുമ്പിള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓഫീസിലെ സ്റ്റാഫിനോട് ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ മറ്റോ ആണോ വന്നതെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് താൽക്കാലിക നഷ്ടം ആലോചിച്ച് വിഷമിക്കാതെ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങാം. സർ, അതിന് എനിക്ക് കൈനീട്ടം വേണ്ടല്ലോ. ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് അല്ലല്ലോ സർ. അയ്യോ, എന്താണ് മാഡം? മാഡം ഞങ്ങളുടെ സർവീസ് ചോദിച്ചു വന്ന ഒരു ക്ലയന്റ് ആയിരിക്കാം. പക്ഷേ മൂത്ത ആൾക്കാർ, ഇളയ ആൾക്കാർക്ക് വിഷു കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം. അപ്പോൾ മാഡം എന്നെക്കാളും ഇളയ ആളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും അതൊന്നും കുഴപ്പമില്ല, വാങ്ങും മാഡം. അതെ, വാങ്ങും മാഡം. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. സർ, അപ്പം ഞാനിനി എനിക്ക് എന്തൊക്കെ സർവീസുകളാണ് വേണ്ടതെന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ് മാഡം, എനിക്ക് ഒരു മിനിറ്റ് സമയം തരേ. മനുവിനുമായിട്ട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഇരിക്കും. ഇതുവരെയുള്ള കസ്റ്റമർ ഡീലിംഗ് ഓക്കെ അല്ലേ? എല്ലാം പക്കേ. ഇതുവരെ ഒരു സംശയം ഉണ്ടാക്കലാണ് ഞാൻ ഉണ്ടാക്കിയില്ല. പക്ഷേ ആ പെണ്ണിനെ ഇമ്പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കയ്യിലെ കാശ് മുഴുവൻ പൊടിയുമെന്നാണ് തോന്നുന്നത്. അത് സാറ് നേരത്തെ കൈനീട്ടം തന്നില്ലേ? ആ പൈസ ഞാൻ തിരിച്ചു തരാം. ഇത്രയും പൈസ ഒന്നും കൈനീട്ടം വേണ്ട. അയ്യോ, അതൊന്നും വേണ്ട. അത് ഞാൻ തന്നല്ലേ, എന്തായാലും ഇരിക്കട്ടെ. അത് അടുത്ത വിഷുവിന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇനി നമ്മുടെ പദ്ധതിയിൽ എന്തൊക്കെയാണ് സാർ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. കസ്റ്റമർ ഡീലിംഗ് എന്തായാലും പക്കയായിട്ടുണ്ട്. ഇനി ബിസിനസ് ക്ലോസ് ചെയ്യുന്ന പരിപാടി. ഓക്കെ, നമുക്കതിലേക്ക് കിടക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പം വലിയ ഭീമമായ പ്രൊജക്റ്റാണിത്, തുകയുടെ പ്രൊജക്റ്റാണിത് എന്നൊക്കെ പറയും. കോടികളുടെയും ലക്ഷങ്ങളുടെ കണക്കൊക്കെ പറയും. അതൊന്നും കേട്ട് നമ്മൾ അന്താളിക്കരുത്. പിന്നെ നമ്മൾ ഈ കോടികളുടെയും ലക്ഷങ്ങളുടെയും കണക്ക് വെച്ച് കസ്റ്റമറിനെ ജഡ്ജ് ചെയ്യുന്നവരാണ് എന്നവർക്കൊരു തോന്നൽ വരാനും പാടില്ല. അത് സാറ് പറഞ്ഞ വലിയൊരു പോയിന്റ്. അതെ. പിന്നെ വേറൊരു കാര്യം, ബിസിനസ് ക്ലോസ് ചെയ്യുന്നതിനിടയ്ക്ക് രാകേഷ് എന്തെങ്കിലും കമൻറ്റ് പറയാതെ ശ്രദ്ധിച്ചോ. അത് ഞാൻ ഏറ്റു. ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് ബിസിനസ് ക്ലോസ് ചെയ്യാലോ? പിന്നല്ല, വാ സാറേ. കമ. മാഡം, ഇനി നമുക്ക് ബിസിനസിനെ പറ്റി സംസാരിക്കാം. എന്തൊക്കെ റിക്വയർമെന്റ്സ് ആയിരിക്കും മാഡത്തിന് ആവശ്യം വരിക? ഓ, അവസാനം എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയല്ലോ, സന്തോഷമായി. സർ, ഇതുപോലെ നമ്മുടെ കമ്പനി ഫുഡ് മാനുഫാക്ചറിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോർട്ടിംഗ് ഉണ്ടാവല്ലോ അല്ലേ? ആ, ചെറിയ ലൊക്കേഷനിലൊക്കെ നമ്മൾ എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. മേഡം ഉദ്ദേശിക്കുന്ന ഒരു ഗ്ലോബൽ തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ? ആക്ച്വലി നമ്മളിപ്പോൾ അമേരിക്കയിൽ അങ്ങനത്തെ ഒരു കമ്പനിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓക്കെ ആയിരിക്കുമല്ലോ സാറേ? അത് പക്കേ. നമുക്ക് അമേരിക്ക വരെ പോകേണ്ട കാര്യമില്ല. മാഡം ഉദ്ദേശിക്കുന്ന UAE മാർക്കറ്റാണോ? കേരളത്തിലെ കമ്പനികളെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് UAE മാർക്കറ്റ് ആണല്ലോ. നമുക്ക് തൽക്കാലം ഇന്ത്യക്ക് പുറത്തോട്ട് പോകണ്ട. അപ്പോൾ ഒരു നാഷണൽ ലെവൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ആ ടൈപ്പും നമ്മുടെ ഉണ്ട്. സത്യത്തിൽ ഞാൻ കുറച്ചും കൂടെ ലോക്കൽ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. ലോക്കൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതായത് ഈ വൈറ്റില, തമ്മനം, പാലാരിവട്ടം, കാക്കനാട് ഈ ഭാഗങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല മാം, ഏതൊക്കെ ഫുഡാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ? രാജമാതാ സ്വയം സഹായ സംഘം എന്ന പേരിൽ ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. ഏകദേശം 10 പേരോളം ഉണ്ടതിൽ. ഞങ്ങൾ ഉണ്ടാക്കുന്ന അച്ചപ്പം, കൊള്ളപ്പം, പക്കാവട, ഉണ്ണിയപ്പം ഇവയൊക്കെ ഈ ഏരിയകളിലൊന്ന് മാർക്കറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. അതെ, ഞങ്ങളൊക്കെ ആലോചന കൂടി കയറി വന്നത്. അല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന കമ്പനിയല്ലേ ഇത്? മാസം ഒരു 1000 രൂപയൊക്കെ ചിലവാക്കാൻ ഞങ്ങൾക്ക് പറ്റും. 1000 രൂപ? പെണ്ണുമ്പിളെ ആളെ കളിയാക്കല്ലേ? രാഷൻ, ഒരു മിനിറ്റ് ഒന്ന് ഒരു മിനിറ്റ്.
1000 രൂപയെന്ന് പറഞ്ഞത് കുറഞ്ഞു പോയോ? വേണമെങ്കിൽ ഒരു 1200 പറയാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഹെഡ് ഓഫീസിൽ വന്നാണെന്നല്ല, ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. രാജമാതാ സ്വയം സേവക് സംഘം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അല്ല, നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അത് നമുക്ക് ചെയ്യാം മാഡം, ചെയ്യാം. ആണോ? അപ്പൊ ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് ഇപ്പോൾ വിഷു ആണല്ലോ മാഡം, വിഷുവിന് കുറച്ച് ദിവസം അവധിയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് മാഡത്തിന് കോൺടാക്ട് നമ്പർ തന്നേക്ക്, ഞാൻ വിളിച്ചോളാം. ആണോ? എങ്കിൽ പിന്നെ ഞാൻ ഞങ്ങളുടെ സംഘത്തിന്റെ വിസിറ്റിംഗ് കാർഡ് തരാം. ഓഹോ, കാർഡൊക്കെ ഉണ്ടോ? പിന്നെ എന്നാ പിന്നെ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ പൊക്കോട്ടെ. ശരി മാഡം. എന്നാ ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ₹1000 അച്ചപ്പവും മുറുക്കിന് 3000 രൂപയുടെ കൈനീട്ടം. ഇതുപോലെ ഗതി കേട്ടവൻ ലോകത്ത് വേറെ ഉണ്ടോ എന്തോ. അല്ലേ കൃഷ്ണ, ക്ലൈന്റ് മീറ്റിംഗും മാറ്റി വെച്ച് രാവിലെ ഓടി.